നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഒത്തിരി നാൾ കൂടി റണ്ണിങ് മെറ്റീരിയലാണ് കാണിക്കുന്നത്. കട്ട് ചെയ്തെടുക്കാവുന്ന മെറ്റീരിയൽ ഞാൻ ഒത്തിരി കാലമായി കാണിച്ചു. ഇന്നിപ്പോൾ വീഡിയോ കാണിക്കാൻ ഇച്ചിരി സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പെട്ടെന്ന് തീരുന്ന ഒരു പരിപാടി ചെയ്യാമെന്ന് വെച്ചു. നമ്മുടെ ഷോപ്പിൽ വലിയ ഇതായിട്ട് റണ്ണിങ് മെറ്റീരിയൽ അവൈലബിൾ അല്ല. റണ്ണിങ് മെറ്റീരിയൽ ഇല്ലെന്നല്ല, പക്ഷേ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് റണ്ണിങ്ങിൻ്റെ. ഇഷ്ടംപോലെ കളക്ഷൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇപ്പോഴായില്ല, വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യത്തേത് കാണിക്കാവേ. ഇത് കണ്ടോ, ഇതാണ് ആദ്യത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു നെറ്റിൻ്റെ അല്ലെങ്കിൽ ഓർഗൻസ അല്ല, നെറ്റ് പോലത്തെ മെറ്റീരിയലാണ്. ഉണ്ട് അയത്തേൽ ഇങ്ങനെ നിറച്ചും ഈ ഒരു സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുക. ഉണ്ടോ, ഇതിപ്പോൾ ലൈനിങ് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ നമുക്കുണ്ടല്ലോ വന്നിട്ട് കുർത്തി തയ്ക്കാം, ചുരിദാർ സെറ്റ് തയ്ക്കാം, സ്കേർട്ട് തയ്ക്കാം, ഫ്രോക്ക് തയ്ക്കാം. ഫ്രോക്ക് തയ്ക്കാം, പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഉടുപ്പ് എന്ത് വേണേലും തയ്ക്കാം. പാർട്ടി വെയർ ആയിട്ടുള്ളതായിരിക്കും കൂടുതലും നല്ലത്. ഇതിൻ്റെ കൂടെ ഈ കളർ തന്നെ വേറെ തുണിയൊക്കെ അറ്റാച്ച് ചെയ്തോ ഇത് വെച്ച് തന്നെയോ എന്ത് ഐഡിയ വെച്ച് വേണമെങ്കിൽ നമുക്ക് തയ്ക്കാം. റേറ്റ് നല്ല കുറവാണ്, 70 രൂപയുള്ളൂ പെർ മീറ്റർ റേറ്റ്. ഇതിപ്പോൾ ഇതിൻ്റെ കുറേ കളറുകളുണ്ട്. കളറുകൾ വേറെ വേറെ കാണിക്കാവേ. ഇതിപ്പോൾ ഒരു ലാവണ്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഗ്രേപ്പിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്, ലാവണ്ടർ ഷെയ്ഡാണ്. ഇത് ലൈറ്റ് ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടോ, ഒരു ഷെയ്ഡ്. നല്ല പേസ്റ്റൽ ചാർട്ടാണ് ഇത്, നല്ല രസമാണ്. ഇതിപ്പോൾ അത് ഐഡിയ എങ്ങനെയാണ് ഇപ്പം നമുക്ക് ഇതൊക്കെ ഇല്ലേ, ലെഹങ്ക, ദാവണി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം തയ്ക്കാൻ പറ്റും. ഫംഗ്ഷൻ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ദാവണിയോ ലെഹങ്കായോ ഒക്കെ തയ്ക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ നെറ്റ് പോലത്തെ വേറെ ഇതൊക്കെ ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കത്തില്ല, അങ്ങനെ ചെയ്യാം. ചുമ്മാ കുർത്തിയാണെങ്കിലും അടിക്കാം നമുക്ക് കല്യാണത്തിനൊക്കെ ഇടാനായിട്ട്. ഇത് അതിൻ്റെ പീച്ച് ഉണ്ടോ, നല്ല ഷെയ്ഡ്. ഇത് അതിൻ്റെ ലൈനിങ് ആണ്. ഇത് കണ്ടോ, ഈ പറയുന്ന ലൈനിങ് ഇതാ. അത് ഇപ്പോൾ ഇത് ലൈനിങ് വേണ്ടവർ പറഞ്ഞാൽ മതി. ലൈനിങ് ഇപ്പം ഇത് കണ്ടോ, ഇതാണ് മെറ്റീരിയൽ. ലൈനിങ്ങിൻ്റെ ഈ മെറ്റീരിയൽ വെച്ചാലേ അതിന് പറ്റത്തുള്ളൂ. ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഒരു 50-55 അങ്ങനെ ഏതാണ്ട് റേറ്റാണ് മീറ്ററിന്. ലൈനിങ് വേണ്ടവർ പറഞ്ഞാൽ മതി. അപ്പോൾ അത് കൂടെ അറ്റാച്ച് ചെയ്ത് വേണമെങ്കിൽ അയക്കാം. ഇത് വേറൊരു കളറ്, നല്ല പർപ്പിളിൻ്റെ ഡാർക്ക് ഷെയ്ഡ്. ഇതാണ് ഒരു മോഡല്. ഇനി ബാക്കി കാണിക്കാവേ. അല്ലേ, ഇത് കണ്ടോ, ബനാറസിയുടെ ഒരു സിൽക്ക് മെറ്റീരിയൽ. ഇത് നമുക്ക് സാരിക്ക് പറ്റും, കുർത്തിക്ക് പറ്റും. ഞങ്ങൾ ഇതിൻ്റെ കുർത്തി ഇറക്കുന്നുണ്ട്. കുർത്തിക്ക് പറ്റും, ഒത്തിരി ക്രിസ്മസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾക്ക് പറ്റും. ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്തേൽ ഓൾറെഡി സ്കാലപ്പ് ചെയ്തിരിക്കുക. കണ്ടോ, ഭയങ്കര രസമാണ്. സാരി ആയിട്ടാണ് ഇതിപ്പോൾ ഞാൻ മറിച്ചാണ് ഇടുന്നത്. നല്ല വശം ഇതാ, സാരി ആയിട്ട് ഇടാനാണേലും നല്ലതാണ്. പിന്നെ ഓരോ മോഡലില്ല. ഇതെന്ത് വന്നു, ഇതിൻ്റെ നല്ല വശം ഇതാ. അനാർക്കലി അല്ല അലിയക്കെട്ട് കുർത്തിയോ അങ്ങനെ പലതും നമുക്ക് സഹിക്കാം. സാരിക്ക് അങ്ങനെ പലതിനും പറ്റും. നല്ല ഭംഗിയാണ്. തയ്ച്ച് കഴിഞ്ഞാൽ ലൈനിങ് ഇട്ട് തയ്ച്ച് കഴിയണം. ബനാറസിയാണ്, ബനാറസിയുടെ മെറ്റീരിയലാണ്. ചെറിയ ഗോൾഡൻ വീവിങ്ങുമായിട്ട് നല്ല മെറ്റീരിയൽ. ഇതൊരെണ്ണം. അടുത്തതല്ലേ ഗോൾഡൻ ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ്. ഇത് കണ്ടോ, അതിൻ്റെ നിറച്ചും ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക. നല്ല ഞാൻ ഇന്ന് കാണിക്കുന്നത് മെയിൻലി പാർട്ടി വെയറുകൾ തയ്ക്കാനാണ്. എന്നും കൊണ്ട് റെഗുലർ വെയർ ആയിട്ടുള്ളത് തയ്ക്കത്തില്ലെന്ന് ചോദിച്ചാൽ തയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പാർട്ടി വെയറിനാണ് കുറച്ചും കൂടെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലാണ്. ഇതിപ്പം ടിഷ്യൂ, സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ ഗോൾഡൻ കളറിൽ ഈ ഒരു പിങ്ക് ചെയ്തിരിക്കുക. ഫുള്ള് എംബ്രോയ്ഡറിയാണ്. കണ്ടോ, ഫുൾ എംബ്രോയ്ഡറി. കുർത്തിയൊക്കെ തയ്ച്ചിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് കുർത്തിയോ ഫ്രോക്കോ അങ്ങനെ പലതും തയ്ച്ചിട്ട് എന്നാ പറയുന്നത്, ഈ ഒരു പിങ്ക് കോമ്പിനേഷൻസും കൂടെ അല്ലെങ്കിൽ ദുപ്പട്ടായോ അല്ലെങ്കിൽ ബോട്ടമോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഒത്തിരി രസമാണ്. അതുപോലെ തന്നെ സാരിക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലെങ്ത്തും വിട്ടും ഒക്കെ ഉണ്ട്. സാരിക്കാണെങ്കിലും കുഴപ്പമില്ല. സാരിക്ക് 5.5 മീറ്റർ എടുക്കണമെന്നേ ഉള്ളൂ. ഫങ്ഷൻ ഉണ്ടെങ്കിൽ. എന്നിട്ട് ഇതിൻ്റെ സിൽക്ക് ബ്ലൗസൊക്കെ ഇടുവാണെങ്കിൽ നല്ല. ഇതിപ്പോൾ പിങ്ക് വരും. അടുത്തത് ബ്ലൂ, റോയൽ ബ്ലൂ. കണ്ടോ ആ ഒരു കളർ വ്യത്യാസം. ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഗാദറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളത് നല്ല തിളങ്ങി മീൻസ് ഭയങ്കര തിളക്കമാണെന്നല്ല കേട്ടോ. ടിഷ്യൂൻ്റെ മെറ്റീരിയലാണ്. ഓവറായിട്ടുള്ള തിളക്കമുണ്ട്, തിളക്കമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇതുണ്ടോ, ഇത് ആണ് അതിൻ്റെ ഒരു സ്റ്റിഫ്നെസ് ഇല്ല, സോഫ്റ്റാണ്. ഈ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെയുള്ളതുകൊണ്ട് സ്റ്റിഫ്നെസ് ഒരു ഫീൽ തോന്നിക്കും. ഇതാണ് അതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഇത് കണ്ടോ, റെഡ് കൂടെ റെഡാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ
ഇതിൻ്റെ എല്ലാം റേറ്റ് സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, പക്ഷെ എനിക്ക് ഇരട്ടി പണിയാണ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. വയ്യ, നല്ല സത്യം പറഞ്ഞാൽ നല്ല പനിക്കോളോ എന്തൊക്കെയോ വയ്യായികയാണ്. അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി ചെയ്ത പണിയാണ് ഇതിപ്പോൾ. ഇത് കണ്ടോ, ലാവണ്ടർ ഷെയ്ഡാണ്, ഒരു ക്രഷ് സിൽക്ക് മെറ്റീരിയലാണ്. നമുക്ക് കുർത്തിയോ ചുരിദാർ സെറ്റാക്കാനോ അല്ലെങ്കിൽ സ്കേർട്ട് തയ്ക്കാനോ ധാവണി തയ്ക്കാനോ അങ്ങനെ എന്ത് വേണമെങ്കിലും തയ്ക്കാൻ കൊള്ളാം. ഇനി ഇൻ കേസ് പ്ലെയിൻ സാരി ആക്കണമെങ്കിൽ അത് നല്ല ഒരു ക്രഷാണ്. ഇതുണ്ട്, സിൽക്കുമാണ്. നല്ല ലാവണ്ടറിൻ്റെ നല്ല പേസ്റ്റൽ ചാർട്ട് വരും, നല്ല ഭംഗിയാണ്. ഐഡിയാസ് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഫങ്ഷനൊക്കെ വരുമ്പോഴേ. അങ്ങനെ ഇത് ഇനി ഒരു സെമി മൊഡാളിൻ്റെ ഒരു മെറ്റീരിയലും കൂടെ ഞാൻ കാണിക്കാം. സെമി മൊഡാൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കണം. എനിക്ക് അവസാനിപ്പിക്കാതെ പറ്റത്തില്ല. കേട്ടോ, ഇതാണ് മെറ്റീരിയൽ. സെമി മൊഡാളാണ്. കുർത്തി തയ്ക്കണമെങ്കിൽ തയ്ക്കാം. എന്നാ പറയുന്നത്, 250 എത്ര ഏതാണ്ടേ ഉള്ളൂ റേറ്റ് പെർ മീറ്റർ. മൊഡാളിന് പ്യുവർ മൊഡാളല്ല, സെമി മൊഡാളാണ്. അത് വീണ്ടും ഞാൻ പറയുക, പ്യുവർ മൊഡാളിന് കാണുന്ന ആ ഒരു ഭയങ്കര ഗ്ലോ ഒന്നുമില്ല, എന്നാലൊരു ഗ്ലോ ഒക്കെ ഉണ്ട് താനും. ഇതിന് നിങ്ങൾക്ക് സാരി ആയിട്ട് കൊടുക്കണമെങ്കിൽ സാരി ആയിട്ട് കൊടുക്കാം. ഡിജിറ്റൽ പ്രിൻ്റാണ്. അത്രയേ ഉള്ളൂ. ഈ സാധനങ്ങൾക്ക്, അതായത് ആ നെറ്റിൻ്റെ കണ്ടില്ലേ, ആദ്യമായിട്ട് നമ്മൾ ഇച്ചിരി പൊക്കി പിടിച്ച് എന്നാ ഇതിൻ്റെ കണ്ടില്ലേ, ആദ്യം നെറ്റിൻ്റെ നിറച്ച് ഇതുള്ള ആദ്യം കാണിച്ചേ, അതിനൊക്കെ ലൈനിങ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ക്രേപ്പിൻ്റെ ലൈനിങ് കാണിച്ചില്ല, ആ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് അയക്കാം. അപ്പോൾ വേണ്ടവർ വേണം തന്നെ ഓർഡർ ചെയ്ത 1/2 മീറ്റർ 1 മീറ്റർ ആയിട്ടൊന്നും നമ്മൾ കട്ട് ചെയ്യത്തില്ല. പിന്നെ അറിയാമല്ലോ, റണ്ണിങ് ആണ്. വൺസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ, എക്സ്ചേഞ്ച്, റീഫണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം. വീണ്ടും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, പോലെ നാളെ ഇല്ലേ ക്ലബ് FM എന്ന് പറഞ്ഞിട്ട് ഒരു FM അല്ലേ, FM-ൽ ഞങ്ങളുടെ ഒരു പരിപാടിയുണ്ട്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് പരസ്യം ഉണ്ടാക്കിയതൊന്നുമല്ല. അവർ ഡയറക്റ്റ് വന്ന് ഇസബെല്ലായി വന്ന് വിദ്യമോളെ ഇൻ്റർവ്യൂ ചെയ്തതാണ്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോഗ്രാം എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ. അതിപ്പം അത് FM കിട്ടണമെങ്കിൽ നമ്മളുടെ കാഞ്ഞിരപ്പള്ളി, ഇടുക്കി, കോട്ടയം ഈ ഡിസ്ട്രിക്റ്റിലാണ് കിട്ടുന്നത്. അല്ലാത്തടത്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് വോയിസ് ഓഫ് അമൽ ജ്യോതി എന്ന ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് 1 മണിക്ക് നമ്മളിപ്പോൾ റേഡിയോ കേൾക്കുന്ന പോലെ തന്നെ കൃത്യമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കണം. പറ്റുന്നവരൊക്കെ ഇന്ന് കേൾക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ വട്ടുതരമല്ല, അങ്ങനെയല്ല പറഞ്ഞു. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്നാ പറയുന്നത്, വേണ്ടപ്പെട്ടവരോടുള്ള നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം പറയണ്ടേ. ഇത് എല്ലാ ദിവസവും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ്. നാളെ 1 മണിക്കുണ്ട് ഇസബെല്ലയുടെ പരിപാടി. താങ്ക് യു.